ഉമ്മ എനിറ്റമ്മ ഉമ്മ നീ വന്നാ എനിറ്റമ്മ ഞാനേ ആ മേശയില് കഴിക്കാനുള്ള ചായ പിന്നെ ദോശ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒക്കെ വെച്ചിട്ടുണ്ട്. ഉമ്മ അത് നോക്കി കഴിക്കിട്ടമ്മ. പിന്നെ സാലി ഇന്ന് രാവിലെ തന്നെ വരും. വന്നു കഴിഞ്ഞാലേ പിന്നെ ഉമ്മ ഒന്നും നോക്കണ്ട. അതുവരെ ഉമ്മ ഒന്ന് ശ്രദ്ധിക്ക്. ഞാൻ ഇന്ന് ജോലിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ലേ, ഞാൻ ഇറങ്ങാൻ വേണ്ടി നിക്കുക. പിന്നെ ബാത്റൂമിന്റെ കാര്യം അത് മാത്രം ഒന്ന് മെല്ലെ ഒന്ന് പോയി നോക്ക്. ഭക്ഷണം കഴിക്കുമ്പോ പോകുമ്പോഴൊന്നും തട്ടിത്തടഞ്ഞ അവിടെ നിന്ന് വീഴണ്ടാട്ടാ. ബാത്റൂം പിന്നെ ഉമ്മക്ക് അറിയാലോ, ചുമര് പിടിച്ച് ഇങ്ങനെ പോയിട്ട് ബാത്റൂമിലേക്ക് പോയാൽ മതി. രാവിലത്തെ ചായകടി കഴിയുമ്പോഴേക്കും സാലിക്കുട്ടി ഇങ്ങോട്ട് എത്തും. പിന്നെ ഒന്നും നമുക്ക് പേടിക്കണ്ട. അതെ ഞാൻ പറഞ്ഞെന്താ അറിയോ, ആ കട്ടില വാതിലിന്റെ ആ ഭാഗം ഇതൊന്നും ശ്രദ്ധിക്കണം. അത് പെട്ടെന്ന് എങ്ങാനും വീട് എന്തെങ്കിലുമൊക്കെ ചെയ്ത ആരും ഇല്ലല്ലോ. ഞാൻ എന്തായാലും ജോലിക്ക് പോകാണ്ടിരിക്കാനും പറ്റില്ല കേട്ടാ. വരും വരും. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സാലിക്കുട്ടിന്റെ അടുത്തേ. അപ്പൊ നേരത്തെ തന്നെ എത്തും കേട്ടാ. എല്ലാ മേശയിലും കൊണ്ട് വെച്ചിട്ടുണ്ട്. ശരി ഉമ്മ ശ്രദ്ധിക്കട്ടാ. ശരി എന്നാ ശ്രദ്ധിക്കേ. യുവിന്റെ മോൻ വല്ലതും കഴിച്ചോ എന്തോ. മോനെ പോയേ സഫി മോനെ ഒന്നും കഴിച്ചിട്ടുണ്ടോ എന്തോന്ന് അറിയില്ല. ഏതെങ്കിലും ഡ്രസ്സ് കയ്യിൽ പിടിക്കാം. എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കുന്നല്ലേ. പോണ തലേക്കുമ്പോ വിഷമാവുന്നു. മോളെ നീ റെഡിയാകാണോ? നീ 2 ദിവസം കൂടി നിന്നിട്ട് പോയിക്കൂടെ? എങ്ങനെ 2 ദിവസം നിന്നിട്ട് പോവാനമ്മ? അതിന് അവിടെ ഒരാളെ വിട്ടിട്ടല്ലേ വന്നിക്കണു. പിന്നെ ഇവിടെ എങ്ങനെ സമാധാനത്തിൽ നിക്കാനാ? ഇക്കാക്ക് ലീവ് ഒന്നും കിട്ടിയിട്ടില്ല അത്ര. അപ്പൊ അതൊന്ന് പോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെല്ലട്ടെ അങ്ങോട്ട്. അതിന് വേറെ ആരെങ്കിലും വന്ന് നിക്കാൻ പറയും. നീ വരുന്നത് എപ്പോഴെങ്കിലും അല്ലേ, വന്നത് ഇങ്ങനെ പോണാ? വേറെ ആൾക്കാരെ വിട്ടാലൊന്നും ശരിയാവില്ല. അല്ലെങ്കിൽ ആ വീട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കൊളാക്കി വെച്ചിട്ടുണ്ടാവും. എവിടെ മൂത്രയിക്കണേ, എവിടെ പോയി ഇരിക്കണം, ഇതാക്കണം എന്നൊന്നുമില്ല. എല്ലാം കിട്ടണോടത്തൊക്കെ ചെയ്തു വെക്കല്. അപ്പൊ ഞാൻ പോകുമ്പോത്തിന് ആ വീട് എന്ത് കോലാക്കി വെച്ചിട്ടുണ്ടാവും. ഇതിന്റെ ഇടയിൽ ഇപ്പൊ അതിന്റെ ആൾക്കാരൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുത്തല്ലേ. ഞാൻ റെഡി ആവട്ടെ. മുമ്പ് എനിക്ക് എന്തെങ്കിലും സാധനങ്ങളാക്കി തട്ട്. ചെല്ല്, ഞാൻ കുറച്ച് തുണികൾ എടുക്കുന്നുണ്ട് ഇവിടുന്ന്. എന്റെ അമ്മായിമ്മയല്ല, അതിന് കണ്ണൊന്നും കാണുന്നില്ല. അതിനെന്തിനാ എത്ര പേടിക്കാനുള്ളത് എനിക്ക്? അതിന് പോയി പണി നോക്കാൻ പറയും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മ. അവിടെ ഒരെണ്ണം ഇല്ല, ഉമ്മാന്റെ പുന്നാരം മോനും. അത് വാന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോ ഞാൻ ഇവിടെ ഇരുന്നാ മതിയാ. മനുഷ്യനൊരു തൊഴിലും തരണ്ടേ? എങ്ങനെയെങ്കിലും അതൊക്കെ ഒന്ന് പിടിച്ച് ഒഴിവാക്കണം. എന്നാലും തന്നെ ഇത്തിരി അവിടെ ഇരിക്കാൻ സമാധാനം കിട്ടുള്ളൂ. രാവിലെ എണിച്ചപ്പോ തൊട്ട് പണികളാണ്. കിടക്കണ നേരം വരെയും പണി. അതൊന്നും അറിയണ്ട. എല്ലാം ചെയ്തു വെച്ചിട്ട് പണിക്ക് പോയ ഒന്നും അറിയണ്ട. മനുഷ്യനാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇങ്ങനെ കണ്ണു കാണാത്തതിനെയും വെച്ചിട്ട്. പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. സമയം ഇപ്പൊ തന്നെ അത്യാവശ്യമായിട്ടുണ്ട്. ഉമ്മ എനിക്ക് എന്തെങ്കിലും എടുത്തു വെക്കി, ഞാൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പോട്ടെ. ശരി, ഇനി എന്തായാലും പോകാൻ തീരുമാനിച്ചില്ലേ, വായോ ചായ കുടിച്ചിട്ട് പോ. ഞാൻ ഈ ഡ്രസ്സുകളൊന്നും ആക്കി വെച്ചിട്ട് വരാം. അല്ലാണ്ട് ഹോട്ടലിൽ എന്തെങ്കിലും വാങ്ങായിരുന്നു. ഇനിയിപ്പോ പോയിട്ട് വേണ്ടേ ഒക്കെ വെച്ച് വിളമ്പി കഴിഞ്ഞ് ഉണ്ടാക്കി കൊടുക്കാൻ. എനിക്ക് ആ ബുദ്ധി നേരത്തെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യായിരുന്നു. ഇതെന്തി ലൈറ്റും ഫാനൊക്കെ ഇട്ട് വെച്ചിട്ട് മനുഷ്യൻ ഒന്നായിട്ട് മണക്കുണ്ടല്ലോ ഇവിടെ. ഈ സെബിക്കാക്കെങ്കിലും ഒന്ന് അടിച്ചു വരി തുടച്ചിട്ട്. എന്തീ വീട് കിടക്കണ കോലാണ് ഇപ്പൊ ഇത്. 2 ദിവസം ഇവിടെ മാറി നിക്കുമ്പോഴത്തേനും ഒക്കെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. മണം അടിച്ചിട്ട് അതിൽക്കും ഇതാരാ വിളിക്കുന്നു? എത്തിയോ ചോദിക്കാൻ വിളിക്കാവും. ഹലോ ഹലോ. സെബിക്ക, നീ വീട്ടിലെത്തിയാ? ഞാൻ ഇപ്പൊ വന്ന് കേറിയുള്ളൂ. ഈ സമയം എന്തായെന്ന് അറിയോ നിനക്ക്? സമയം ഉച്ചയായാലും. നീ രാവിലെ വരാന്ന് പറഞ്ഞല്ലേ? രാവിലെ വരാ പറഞ്ഞ. അവിടുന്ന് ഒന്ന് ചായയെങ്കിലും കുടിച്ചിട്ട് ഇറങ്ങണ്ടേ. ഉമ്മയാണെങ്കി ഇന്ന് പോണ്ട, നാളെ പോവാ, പിറ്റേ ദിവസം പോവാന്ന് പറഞ്ഞിട്ട് പിടിച്ചിരുത്തുക. ഞാൻ പിന്നെ ഇവിടെ ഉമ്മ ഒറ്റയ്ക്കല്ലേന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇപ്പൊ വന്ന് എത്തിയുള്ളൂ ഞാന്. ഉച്ചയായി ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? വരുമ്പോ ബസ്സും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് തന്നെ അല്ലേ ഇങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. നിനക്ക് അറിഞ്ഞൂടാ ഉമ്മാന്റെ അവസ്ഥ? ഞാൻ രാവിലെ അത്രയും തിരക്ക് പിടിച്ചിട്ട് ഉമ്മാക്കുള്ള ദോശയും
ആ ചായയും ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മേശയിൽ വെച്ചിട്ട് പോയിരുന്നത്. ഞാൻ പറഞ്ഞു ഉമ്മ അടുത്ത് സാലി വേഗം വരും ഉമ്മ അത് കഴിക്കിട്ടും. നിനക്ക് അറിഞ്ഞൂടെ ഉമ്മ ഞാൻ രാവിലെ ഇറങ്ങിയത് തന്നെയാ സെബിക്ക, ഞാൻ അവിടുന്ന് രാവിലെ ഇറങ്ങിയത് തന്നെയാ. ഇത്തിരി നേരം വൈകിന്ന് വെച്ചിട്ട് ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ ഇനിയിപ്പോ എത്തിയല്ലോ, ഇനിയിപ്പോ എന്താ കുഴപ്പമോ? ഞാൻ ഇനി ഉച്ചക്കുള്ളതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ വല്ല പാർസലും മേടിക്കണം വിചാരിച്ച് അത് മറക്കുകയും ചെയ്തു. അതാ ഇപ്പൊ ഉണ്ടായത്. ഉമ്മാക്ക് എന്തിനാ നീ ഹോട്ടൽ ഫുഡൊക്കെ വാങ്ങിക്കാൻ നിൽക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഉമ്മാക്ക് ഒന്നും കൊടുക്കണ്ട. നീ എന്തേലും ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് വരാൻ തോന്നില്ലല്ലോ. എന്റെ ഉമ്മാക്ക് വയ്യാത്ത നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ എന്തിനാ നിന്റെ ഉമ്മ വർത്താനം പറയണത് ഞാനൊന്ന് കേട്ടിട്ട് നീ അവിടെ പറയട്ടെ, ഞാൻ നിക്കണത്? മേടിച്ചിട്ടൊന്നും ഇല്ല. ഞങ്ങൾ ഇങ്ങനെ കിടന്ന കാറിലെ മനുഷ്യൻ ഈ വെട്ട വെയിലത്ത് വന്നിട്ട് ഇപ്പൊ വന്ന് കേറിയുള്ളൂ. വീടൊക്കെ കിടക്കണ കോലം എന്താണ്? ഇക്കൊക്കെ ഒന്ന് അടിച്ചെങ്കിലും ആയിരിക്കൂടെ? ഉമ്മ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കണെന്ന് അറിയാലോ. ഇത് മനുഷ്യന് വാതിൽ വെക്കുമ്പോ തന്നെ നാറുന്നു. ആരെങ്കിലും പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്താ വിചാരിക്കുക? അവിടെ ഇരുന്ന് ചീത്ത മാത്രം പറഞ്ഞു ഒരു ദിവസം വീട്ടിൽ പോയി നിക്കണേന്. അതെ, നിനക്കുള്ളത് ഞാൻ വന്നിട്ട് തന്നോണ്ട്. എന്റെ ആയിക്കോട്ടെ. ഉമ്മക്ക് കണ്ണിന് വയ്യാണ്ട് കിടക്കുമ്പോഴാണ് നിന്റെ ഒരു സർക്കീറ്റ് കിടക്കണത്. ഉമ്മ എന്തേലും കഴിച്ചോ എന്ന് ചോദിച്ചു നോക്കിയാ നീ ഇനി ഉച്ചക്കത്തേക്ക് എന്താ എന്തേലും വെച്ച് ഉമ്മക്ക് കൊടുക്കാൻ നോക്ക്. അയ്യോ ഞാൻ നോക്കാഞ്ഞിട്ടാണോ? ഞാൻ മെല്ലെ ഈ വാതില് വന്നത് നമ്മുടെ സെറ്റിൽ വന്ന് ഇരിക്കണേ ഉള്ളൂ. ഇരിക്കണേ ഉള്ളൂ. ശരി എന്നാ ഞാൻ കമ്പനീന്റെ ഉള്ളില, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ വൈകുന്നേരം വരാം. ശരി എന്നാ വെക്കാ തന്നെ നല്ലത്. വലിയ അന്വേഷണക്കാര് വന്നിരിക്കുന്നു. ഇതെവിടെ പോയിരിക്കണം? ഇതിനെ നോക്കാനാണല്ലോ ഇപ്പൊ നമ്മളെവിടെ നിയമിച്ചിരിക്കുന്നത്. ഇല്ലാത്തൊരു അവസ്ഥ തന്നെ എന്റെ അവസ്ഥ. ഏത് പെണ്ണിനും വരരുത് ഇങ്ങനൊരു അവസ്ഥ. ഉറങ്ങാണോ? ഇവിടെ കിടന്ന് ഉറങ്ങാണ്. ഫാനൊക്കെ പുള്ളിലിട്ടിട്ട് കണ്ണ് കാണില്ല എന്നൊരു കുറവേ ഉള്ളു. മനുഷ്യൻ ചോദിക്കാനുള്ള എല്ലാ പരിപാടികളും മകനെ വെച്ചിട്ട് കാണിക്കട്ടെ. മോള് വന്നു തോന്നുന്നുണ്ട്. മോള് വന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. വെള്ളം പോയാ എന്താ ഇവിടെ കിടന്ന് നാറുന്നു? എണിച്ചിരിക്കണുണ്ടാ? നിങ്ങൾ എന്ത് പണിയാ ചെയ്ത് വെച്ചിക്കണ? 2 ദിവസം വീട്ടിലില്ലാന്ന് വെച്ചിട്ട് ഇവിടേക്കാണല്ലോ മൂത്രം മണക്കണ്. അതിന്റെ ഉള്ളിൽ ഒന്നുമല്ലേ പോയി മൂത്രം ഒഴിക്കണത്? ഇതാ വെള്ളം ആക്കി വെച്ചത്. എന്ത് വെള്ളാണോ മൂത്രാണോ? ശേ, മോള് വന്നോ? എന്റെ ഇപ്പൊ മോള് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താ മോളെ വീട്ടിലത്തെ? അതെ, നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് ഇപ്പൊ എനിക്ക് അവിടുത്തെ വിശേഷങ്ങൾ പറയാൻ തന്നെയല്ലേ. 2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോ വീടിനെ അങ്ങോട്ട് അട്ടിട്ട് മറിച്ചിട്ടുണ്ട്. കണ്ണ് കാണില്ല എന്നുള്ള സത്യം തന്നെയാണോ? അത് കൊളാക്കി വെക്കുമ്പോ ഒക്കെ വേണിച്ചിട്ട് വലിച്ചിട്ട പോലെ അവിടെയൊക്കെ കിടക്കണത്. ഇത് ഒരു തല തൊട്ട് വൃത്തിയാക്കി വരേണ്ട അവസ്ഥയാണല്ലോ ഇപ്പൊ എനിക്ക്. എന്റെ മോളെ എങ്ങനെയൊക്കെ പറയണ? ഉമ്മ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളൊന്നും ചെയ്യാണ്ട് തന്നെ മനുഷ്യന് ഇവിടെ 1008 പണികളാ. ഇത് വെള്ളാണോ? എന്താണത്? മൂത്ര? അതെ മോളെ, വെള്ളം തപ്പിയെടുക്കുമ്പോ വെള്ളം വീണ് നിലത്തേക്ക്. അപ്പൊ മൂത്രമൊക്കെ ഒഴിക്കോ മോളെ? ഉമ്മ ബാത്റൂമിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിശയുള്ളൂ. എനിക്കിട്ടിട്ട് പണിയാൻ വേണ്ടിട്ട് തന്നെയല്ലേ നിങ്ങളെ പിടിച്ചപടി ഇരുത്തിയിരിക്കണം. ഒരു റൂമും തന്നുങ്ങാണ്ട് ഈ കറണ്ടും ഫാനും ലൈറ്റും ഒക്കെ ഇട്ട് വെച്ചിട്ട് പോയിക്കണത്. ആര് കറണ്ട് ബില്ലടിക്കുന്ന പറഞ്ഞിട്ടാ? മോളെ മോൻ പോകുമ്പോട്ടതാവും. ഞാനത് എനിക്ക് അറിയുന്നില്ല. നിങ്ങളെ മോൻ വരട്ടെ, മോനിക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. നേരം വൈകി വരുന്നതിനുള്ളിൽ ലൈറ്റ് ഇട്ടതൊന്നും ഉമ്മാക്ക് കാണില്ലല്ലേ മോളെ? മോളത് ഓഫാക്കും. അതും ശരിയാ, കണ്ണ് കാണാതെ ദുനിയാവേ ഇരുന്നിട്ടല്ലേ ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഈ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിരിക്കണത്? എന്ത് മോളെ അങ്ങനെ പറയരുത്, ഉമ്മാക്ക് വിഷമാവൂട്ടെ. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ കണ്ടു ജീവിക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് വന്നിരിക്കുന്നത്. അതെ, രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നാ? ഞാനൊന്നും കഴിച്ചിട്ടില്ല മോളെ. കാലത്ത് പോകുമ്പോ മേശിമ കൊണ്ട് വെച്ച ചായ തന്നെ കുടിച്ചുള്ളൂ. ഉമ്മ കടിയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മക്ക് നല്ല വിശപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ആരെ കാത്തിരിക്കുന്നത്? അത് എടുത്ത് തിന്നായിരുന്നില്ല അങ്ങോട്ട്? അത് തപ്പി നോക്കിയപ്പോ 2-3 തന്നെ ഉള്ളു മോളെ. മോള് അത്ര ദൂരത്തുനിന്ന് വിശന്ന് വരികയല്ലേ, മോൾക്ക് കഴിക്കണ്ടേന്ന് വെച്ചിട്ട് ഉമ്മ കഴിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളോട് എനിക്ക് എടുത്ത് വെക്കാന്. ഉച്ചക്ക് വല്ല നണ്ണുണ്ട്, അതിനുള്ളതെങ്കിലും ഞാൻ പോയി ഉണ്ടാക്കട്ടെ. രാവിലത്തെ ഒന്നും കഴിച്ചിട്ടില്ല. ഇനി ചൂടാറാത്തത് നിങ്ങൾ തിന്നൂല്ലല്ലോ. ഞാൻ പോയി വല്ലതും ഉണ്ടാക്കിയിട്ട് വരാം ഇങ്ങട്. ഇവിടൊക്കെ എന്താ ഇങ്ങനെ പറഞ്ഞ എനിക്ക് മനസ്സിലാവാത്ത. മൂക്ക് പൊത്തന്റെ ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ വല്ല പാകമുണ്ടാ? ശേ,
ആരെങ്കിലും ഇപ്പൊ കേറി വന്നാലേ മനുഷ്യന്റെ ഉള്ള മാനമൊക്കെ കപ്പല് കേറും. അച്ഛനെ ഇതാരോ ഈ നേരത്ത് വരുന്നു ഒക്കെ പറഞ്ഞു വെച്ച് വായടക്കണെങ്കിലും ഇപ്പൊ ആൾക്കാരെത്തിക്കുന്നു. ഇതൊന്ന് ഒതുക്കട്ടെ വേഗം. വൃത്തിയാക്കുമ്പത്തിന് ഏതാണോ അവ കേറി വരുന്നത്. ആ മാമയിരുന്നോ? വായു മാമ. ഇതെന്താ പതിവില്ലാണ്ട്? ആ അതെ, അത് വന്നിട്ട് ഭയങ്കര സ്മെല്ലിട്ടല്ലോ മോളെ വീട് മുഴുവനും. ആ അത് ഞാൻ 2-3 ദിവസം വീട്ടിലായിരുന്നു മാമ. മോളെപ്പളാ വന്നപ്പോ? ഞാനിപ്പോ വന്ന് കേറിയിട്ട് മെല്ലെ വൃത്തിയാക്കാൻ തുടങ്ങും. ഇവിടുത്തെ ഉമ്മയുടെ കാര്യം അറിയാലോ. അത് നമ്മള് 2 ദിവസം മാറി നിക്കുമ്പോത്തിന് ഇവിടെ കാക കൊളായിട്ടേ ഭയങ്കര സ്മെല്ല്. ഞാനിത് എന്താ മനസ്സിലാവാണ്ട് അറിയില്ല. ഇവലെ എലി എവിടെയെങ്കിലും ചത്ത് കിടക്കണോന്നൊന്നും അറിയില്ല. വരുമ്പോഴാണ് സ്മെല്ല് കൂടുന്നത്. ആ എന്ത് ചെയ്യാം അമ്മ, വീട്ടിലേക്കാണ് മാറി നിന്ന്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഉമ്മാക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അത് കിടപ്പിൽ തന്നെയല്ലേ, കിടക്ക് തന്നെയല്ലേ. എനിക്കൊന്നും ഇതാക്കിയിട്ടില്ല. അപ്പൊ ആകെ വൃത്തികേടായിട്ട് എടുക്ക. ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ ആരും വരാണ്ടിരുന്ന നന്നായേ ഉള്ളൂന്ന്. അപ്പോഴേക്കും മാമ വന്നു. അതപ്പൊ ഉണ്ടായി. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട മോളെ, ഞാൻ കുടിച്ചിട്ട് വന്നോളൂ. ഞാൻ വെറുതെ പോയപ്പോഴേ കേറി വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട്. ശരി ശരി, കുഴപ്പമൊന്നുമില്ലല്ലോ. അവരെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പൊ അമ്മായിമ്മക്ക് എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ എന്താ കണ്ണിലേക്ക് വേണമെന്ന് എന്തോ പറഞ്ഞു കേട്ടല്ലോ, അത് ചെയ്താ? എന്താ ഓപ്പറേഷൻ ചെയ്തിട്ട് എന്ത് കാര്യം? മറ്റേ വെള്ളത്തിൽ ഇങ്ങനെ പൈസ ഒഴുക്കി വിടുന്ന പോലെയുള്ള ഗുണങ്ങളേ ഉള്ളൂ. ഇല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്തിട്ട് അതിന് കാഴ്ചക്ക് ഒരു വരവും പോക്കും ഒന്നും ഇല്ല. മനുഷ്യന് അതിന്റെ പിന്നാലെ നടന്ന് മെനക്കെട്ടിട്ട് കുറെ കാലം നടന്നു. ഇനിയിപ്പോ അത് തൽക്കാലം അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഇക്കയും വിട്ടു. ഞാനും നിർബന്ധിക്കാനൊന്നും പോയില്ല. ഉമ്മാക്കാണെങ്കിൽ ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഞാൻ ഇങ്ങനെ പിന്നാലെ നടക്കണം. എനിക്കൊരു 2 ദിവസത്തിൽ കൂടുതൽ 2 ദിവസം വീട്ടിൽ പോയി നിൽക്കാൻ പോലും പാകമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്താ ചെയ്യാ, ഒരു മെച്ചവും ഇല്ല, ഒന്നുമില്ല. ഇതിന്റെ പൊന്നാര മോനിക്കാണെങ്കിൽ അത് കഴിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും. എന്തിനാ മോളെ അങ്ങനെ കഷ്ടപ്പെടുന്നത്? മോളെ ഇത് കൊണ്ടാക്കാൻ വേറെ സ്ഥലങ്ങളുണ്ടല്ലോ. എവിടെ പറയാ, ഈ താനാഥാശ്രമം എന്തോ പറയാ, കുറെ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ കൊണ്ടായിക്കൂടെ? എന്തിന് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടാ? ഇനി ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ എന്റെ മോൻ സമ്മതിക്കണ്ടേ മാമ? അതൊന്നും കൂട്ടു നിക്കില്ല. ഉമ്മ 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 എന്ന് പറഞ്ഞിട്ട് ഏത് നേരം ഈ തലയിൽ തൂക്കി വെച്ചിട്ട് നടക്കുക തന്നെയല്ലേ. മനുഷ്യന് ഇവിടെ കിടന്ന അവസ്ഥപ്പെടണമെന്ന് അവർക്ക് അറിയണ്ടേ. രാവിലെ എണിച്ച് കുളിച്ച് നനച്ചിങ്ങോണ്ട് പണിക്കണ ഇറങ്ങിയ പിന്നെ വൈകുന്നേരം കിടക്കാൻ പോണ നേരത്താണ് വരുന്നത്. ഇവിടെ ഞാനല്ലേ ഇവരെയൊക്കെ വെച്ചിട്ട് ഹത്തടി അടിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല ഇവിടെ. അതിനെ മോളെ പറയണ പോലെ പറഞ്ഞിട്ട് മോനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറയുന്നത് കെട്ടിയനോട്. എങ്ങനെ പറയാ? പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാര്യത്തോടെ കൊണ്ടാക്കുക അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് മോള് കടന്നു ഒറ്റയ്ക്ക് ഇരുന്ന് കഷ്ടപ്പെട്ട് എന്താ കാര്യമോ? അവനോട് പറയും പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇല്ലാണ്ട് ഇത് കാലാകാലം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇത് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാ. അത് ചെറിയ കുട്ടികളെയും കാട്ടി ഇതിന് എളുപ്പമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരാളെ ഇവിടെ നിർത്തേണ്ടി വരും. അതിന് ശമ്പളം കൊടുക്കാനുള്ള കെട്ടിയ അതിനുള്ള ഭാഗമുണ്ടാ? അതുകൊണ്ടാണ് മാമ പറയാനുള്ള കാര്യങ്ങൾ പറയണത്. അതൊക്കെ ചെയ്യാനാണ് ഇവര് പ്ലാൻ ഇട്ടിട്ട് ഇന്നെ കല്യാണം കഴിച്ചെടുത്തത്. ഇല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും നമ്മക്കില്ല. ഇവരെ നോക്കിയിട്ട് ഇവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്തോണ്ടിരിക്കണം. ഒരു നേരം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇവര് ചെയ്യണതൊക്കെ നമുക്ക് ഇരട്ടി പണികളാ. ഇതൊക്കെ ആരോടാ ഞാൻ ചെന്ന് പറയാ? എന്റെ തലയേറ്റെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുക. അമ്മക്ക് വല്ലതും അറിയണം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. മോളുടെ ഇഷ്ടം. ഇപ്പൊ മോനും കൂടെ തീരുമാനിച്ചിട്ട് എന്താ തീരുമാനം നിങ്ങൾ എടുക്കണം അതുപോലെ ചെയ്യും. അല്ലാണ്ട് നമ്മൾ പിന്നെ എന്താ പറയാ? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. മാമാക്ക് കുടിക്കാൻ എന്തേലും ഇരിക്കാൻ. എന്നാ മോളെ വെള്ളം കലക്കാൻ നിക്കണ്ട, ഒരു ഗ്ലാസ് പച്ചവെള്ളം ഞാൻ കലക്കിട്ട് വരാം. ജ്യൂസ് വേണ്ട മോളെ, ഒരു ഗ്ലാസ് പച്ചവെള്ളം നന്നായി ഞാൻ കുടിച്ചിട്ട്. ശരി. അല്ല മാമ എന്ത് വഴിക്ക്? ഞാൻ കുറച്ച് സ്ഥലത്തിന്റെ കാര്യേ ഒരാള് പറഞ്ഞിരുന്നു. അപ്പൊ നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി ഇങ്ങനെ വന്നതാ. അപ്പൊ ഈ വഴിയാണ് അപ്പുറം സ്ഥലം. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ എന്നാലും ഒന്ന് കയറി വിശേഷങ്ങൾ അറിഞ്ഞിട്ട് പോവാ. ഇന്നലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ മോള്. ഇന്നലെ ഉമ്മ ആരോ ഫോൺ എടുത്തു, ഉമ്മയാണ് കൊണ്ട്. അപ്പൊ മോള് വന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടത്തെ അവസ്ഥകൾ അറിയില്ലേ മാമാക്ക്? അപ്പൊ പിന്നെ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ഒരു തൊഴിലൊന്നുമില്ല. വാ 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 എന്ന് വിളിച്ചോണ്ടേ ഇരിക്കാം. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ശരി മോളെ, ഞാനേ പോട്ടെ, പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ശരി മാമ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കിട്ടാ. ശരി, വിളിക്കാം. മോള് അതാരാ? നിന്റെ മാമയാണോ? അത് സംസു ആണോ? സംസു വന്നിട്ടുണ്ടാ? അതുപോലെ സൗണ്ട് കേൾക്കണ്ടല്ലോ. ഓ തൊട്ടങ്ങി. ഈ തള്ളക്ക് ഇപ്പൊ എല്ലാം അറിയണം. ആരാ വന്ന ആരാ പോയി നോക്കാം. നേരത്തെ വിളിക്കുന്നു.
ഹലോ മോളെ, നീ എപ്പ എത്തി അവിടെ? ഞാനൊക്കെ ഇവിടെ എത്തിമാ, കുറച്ചു നേരമായി. ഇവിടെ ആകെ കൊളായി കിടക്കുന്നു. ഒക്കെ മെല്ലെ മെല്ലെ വൃത്തിയാക്കിയിട്ട് ഉച്ചക്കൊക്കെയുള്ള കറിക്കുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക ഞാന്. ഇപ്പൊ എന്തെങ്കിലും കടയിൽ നിന്ന് മേടിച്ചിട്ട് പോകായിരുന്നില്ല എനിക്ക്? കടയിൽ നിന്നൊന്നും മേടിക്കാൻ നിന്നില്ലമ്മ, ഞാൻ അതൊക്കെ ആകപ്പാടെ മറന്നിട്ടുണ്ടായിരുന്നു. ഉമ്മാക്കൊന്നും പറയാനില്ലെങ്കിൽ ഒന്ന് ഫോൺ വെച്ചു. ഇവിടെ മനുഷ്യന് 1000 പണികളുണ്ട്, ഒക്കെ ഇട്ടോടത്ത് കിടക്കുന്നു. എന്നാ ശരി. എന്നാ നിന്നെ വിളിച്ച് എന്നെ വേണം പറയാന്. അതേ, നിങ്ങൾക്ക് കഴിക്കാനുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ, എനിക്ക് വന്ന് കഴിക്കും. അതെ, ചോറൊക്കെ വയർ നിറച്ച് കഴിച്ചോളും കേട്ടാ. പിന്നെ ബാക്കി വെച്ചാൽ അതിന്റെ സ്വഭാവം വേറെ. വെള്ളം എടുത്തിട്ട് വരാം ഞാൻ. ഓ, മനുഷ്യൻ അവിടെ കടക്കുമ്പത്തിന് അതിനെന്താക്കി താഴ്ത്തിട്ടാ. ഇതിപ്പോ അല്ല കുപ്പി ഗ്ലാസ് ആണെങ്കിൽ അതിന് പൊടിച്ചിട്ടുണ്ടാവുമല്ലോ. കണ്ണ് കാണില്ലെങ്കിൽ അതിനനുസരിച്ച് അടങ്ങിയിരുന്നൂടെ? എന്തിനൊക്കെ തട്ടി തെറിപ്പിച്ചുകൊണ്ട് നടക്കണത്? വല്ല വൃദ്ധസദനത്തിലും കയറ്റി വിടണതിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ഇന്ന് വരട്ടെ ഇങ്ങോട്ട്. വല്ല വൃദ്ധസദനത്തിലേക്ക് കയറ്റി വിട്ടാൽ തന്നെ ശരിയാവുള്ളൂ. പിന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ളതൊക്കെ നോക്കണല്ലോ ഞാനും. കുറച്ചെങ്കിലും മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിലാക്കി എവിടേക്കെങ്കിലും പോകുമായിരുന്നു. ഇത് അതും പറ്റാണ്ട് ഇവിടെ മനുഷ്യനെ ദ്രോഹിക്കാനായിട്ട് ഇരിക്കുക തന്നെയല്ലേ മെനക്കിട്ടിട്ട്. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? വരട്ടെ, നിങ്ങളെ എവിടെ കൊണ്ടുപോയി ആക്കണം എന്നുള്ളതൊക്കെ ഞാനും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴല്ലേ വന്നിട്ട് ഞാൻ ബാക്കി കാര്യം പോലെ പറഞ്ഞു കൊടുത്തിട്ട് ആക്കണ്ടോടത്ത് ആക്കിക്കൊണ്ട്. അല്ല, എന്താണ് പറ്റി? ഞാന് രാവിലെ ഉച്ചയാവുമ്പത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ തന്നെ എത്തിണ്ടായിരുന്നു. നിങ്ങൾ എന്താ വരാൻ വൈകി? ഒന്നും പറയാണ്ട്, എന്ത് തിരക്കാ, റോഡ് ബ്ലോക്ക് മൊത്തം. ഇന്ന് നേരം വഴി, കമ്പനിയിൽ നിന്ന് ഇറങ്ങാനും ലേറ്റ് ആയി പോയി. എന്നാലും നീ എന്താ ഇങ്ങനത്തെ ചതി കാണിച്ചു? എന്നിട്ട് നേരത്തെ വരാൻ പറഞ്ഞല്ലേ? ഞാൻ നേരത്തെ വരണ പറഞ്ഞ അവിടെ നിന്ന് ഇവിടെ എത്തണ്ടേ കേസുക, പറന്ന് എത്താൻ പറ്റുമോ? എന്നിട്ട് തന്നെ ഞാൻ രാവിലെ നേരത്തെ 7:00 ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായത്, ഒന്നും കഴിക്കാണ്ട്. ഉമ്മ അപ്പഴും പറഞ്ഞ കഴിച്ചിട്ടെങ്കിലും പോകുന്നത്. അതൊന്നും ചെയ്യാണ്ട് വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചാ? അമ്മനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മക്ക് ഞാൻ വന്നത് വെച്ചുകൊടുത്തു. ഇല്ല, ഉമ്മ രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു. രാവിലെ ഞാൻ ദോശയും വെള്ളവും ചായയും ഒക്കെ മേശയിൽ വെച്ചിട്ട് പോയതാണ്. അതെ, എനിക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. ഉമ്മ മാറ്റി വെച്ചതെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നു. പറഞ്ഞ എന്തിനാ മാറ്റി വെക്കുന്നു, ഉമ്മക്ക് കഴിക്കായിരുന്നില്ല എന്നിട്ട് ഞാൻ അപ്പത്തിനും ചോറ് വെച്ചിട്ട് ഉമ്മക്ക് കൊടുത്തു. പിന്നെ അത് കഴിക്കുന്നുണ്ടായിരുന്നു. നിങ്ങള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നോ? ചായ വെച്ചായിരുന്നു? ഒന്നും വേണ്ട. ഞാന് ഇന്ന് ആകെ ടെൻഷനായി. നേരം വൈകിയപ്പോ ഉമ്മ ഒറ്റക്കായിരിക്കുന്ന വെച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അതന്നെ ഇപ്പൊ ഞാനും ആലോചിക്കുന്നത്. അതെ, ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇതിപ്പോ പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട്, നിങ്ങൾക്കൊന്നും പുറത്തു പോകണം, എനിക്കൊരു ബുദ്ധിമുട്ട്. ഞാനിനിപ്പോ എന്തെങ്കിലും ഒരു കാര്യം, ബുദ്ധിമുട്ടല്ല, എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തു പോകണം. നമുക്ക് ഇങ്ങനെ ഉമ്മാനെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടാ. പോരാത്തതിന് ഉമ്മാക്ക് ഇങ്ങനെ ആയതുകൊണ്ട് ഒരു കാര്യം അറിയുന്നില്ല. പണ്ടത്തെ പോലെ എന്തൊക്കെ എവിടൊക്കെയാണെന്നതൊന്നും ഉമ്മാക്ക് ഓർമ്മയില്ല. ഒക്കെ തപ്പി പിടിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പോലെ ഈ വീട്ടിൽ ആരും ഇല്ലാത്താണ്. ഞാനുണ്ട്. ഞാൻ ഇപ്പൊ 2 ദിവസം വീട്ടിൽ പോയി. നിങ്ങൾക്ക് പണിക്ക് പോകണം, നിങ്ങൾക്ക് ലീവ് കിട്ടിയ ഉമ്മാന്റെ അവസ്ഥ അറിയുന്ന തന്നെയല്ലേ. നിങ്ങൾക്ക് ഉമ്മാന്റെ കൂടെ ഇരിക്കാൻ പറ്റിണ്ടായിരുന്നു, അതൊന്നും പറ്റിയില്ലല്ലോ. പോകേണ്ട കാര്യങ്ങൾക്ക് പോവാന്നെ വേണ്ടേ? ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ ഈ തൊട്ടടുത്ത് തന്നെയല്ലേ മറ്റേ ഈ വയസ്സായിട്ടുള്ളവരൊക്കെ. അതാവുമ്പോ ഉമ്മാന്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഇരുന്നോളും. ഉമ്മാനെ എപ്പോഴും ആൾക്കാർ നോക്കിക്കോളും. അവിടെ എങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാലോ. നിങ്ങളെന്താ പറയുന്നത്? നിങ്ങൾ എന്ത് എന്നെ നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാണ്ടിരിക്കണേ? നീ എന്തിട്ട് വർത്താനം പറയണത്? അതെന്റെ ഉമ്മയാണ്, അല്ലാണ്ട് ഞാൻ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നല്ല. അല്ല, നിനക്ക് എത്ര ധൈര്യം എന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഉമ്മാനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയാലെന്ന് പറയാന്? അതെ, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തേ ഞാൻ എന്റെ ഉമ്മാന്റെ മേത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. മൂത്രം ഒഴിച്ച് വെച്ചിട്ടുണ്ടാവും, തൂരി വെച്ചിട്ടുണ്ടാവും. എനിക്കൊന്ന് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉമ്മയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അന്ന് എന്റെ ഉമ്മാക്ക് ഞാൻ ഭാര്യയായിട്ട് തോന്നിയില്ലല്ലോ, എന്നെ കൊണ്ട് എവിടെയും കളഞ്ഞില്ലല്ലോ. അതിനിപ്പോ ഞാൻ എന്താ തെറ്റിദ്ധരിപ്പിക്കുന്ന ആലോചിച്ച് നോക്ക്. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് എന്ന് പറയുമ്പോ ഉമ്മാനെ ഇവിടെ തനിച്ചാക്കണ്ടേ? പിന്നെ ഇപ്പോന്ന് പറഞ്ഞ ഉമ്മാക്ക് ഒരാള് കൂടെ ഇല്ലാണ്ട്. നീ ഒന്നും പറയണ്ട,
നിന്റെ വർത്താനം എങ്ങോട്ടാന്ന് എനിക്കറിയാം. ഇവിടെ അടുത്ത് വൃദ്ധസദനം വന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മാനെ അവിടെ കൊണ്ടാക്കണം എന്നാണ് നീ പറഞ്ഞു വരുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഞാൻ പറയണ ഏത് രീതിക്കാന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയുന്നതിൽ ഒരു അർത്ഥമുണ്ട് സെബിക്ക, നിങ്ങളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഉമ്മാക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഇപ്പൊ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാ കാലവും നമുക്ക് ഇങ്ങനെ ഉമ്മാനെ നോക്കണം. അത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളെ ഉമ്മാനെ ഞാനും നോക്കണം, അത് എന്റെയും കടമയാണ്. ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ അതുപോലെയല്ലല്ലോ ഉമ്മാന്റെ അവസ്ഥ. ഇപ്പൊ ഇന്നോട് പറയാൻ പറ്റാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അവരാണെങ്കിൽ അത് മനസ്സിലാക്കി ഉമ്മാടെ അനുസരിച്ച് ഉമ്മാന്റെ കൂടെ ഉണ്ടാവും. രാവും എന്താ പറയണത്? ഞാൻ ഉമ്മാന്റെ ഒരു മോനല്ലേ, ഞാൻ എങ്ങനെ വൃദ്ധസദനത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, ഞാനിപ്പോ ഉമ്മ ഉള്ള കാരണല്ലേ എനിക്കൊരു തൊഴിലിന് പോലും പോകാൻ പറ്റാണ്ട്. ഇതിപ്പോ നമ്മൾ രണ്ടാളും കൂടിയിട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വരുമാനമായി എന്ന് വെച്ചിട്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിച്ചുകൂടെ സെബിക്ക? ഇതിപ്പോ ഉമ്മ ഉള്ള കാരണം ഇന്റെ അതും മുടങ്ങി കിടക്കാണ്. പിന്നെ നിങ്ങൾ തന്നെ പോയി ഉണ്ടാക്കിയിട്ട് വരണം. അതിപ്പോ എന്തോരം കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. നമുക്ക് പറഞ്ഞു വെച്ച പോലെ കാര്യങ്ങളിലൊക്കെ കറക്റ്റായി പോകുന്നുണ്ട്. 10 രൂപ എക്സ്ട്രാ നമ്മളതിൽ എന്തെങ്കിലും ഒരു പൈസ ഉണ്ടാ? എനിക്ക് തലയൊക്കെ പുകയുന്നുണ്ട്. നിങ്ങൾ ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ഉമ്മാന്റെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമേ പറയുന്നത്. അവിടെ ആവുമ്പോ ഉമ്മാക്ക് എല്ലാത്തിനും കറക്റ്റായിരിക്കും. ഉമ്മാന്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ അതുപോലെ പ്രായത്തിലുള്ളവർ തന്നെയല്ലേ ഉള്ളത്. കുറെ കുഞ്ഞു കുട്ടികളുടെ കൂടെ ഒന്നുമല്ലല്ലോ നമ്മൾ ഉമ്മാനെ പറഞ്ഞേക്കണം. ആ പിള്ളേരെ നോക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാക്ക് കൂട്ടിനോ എല്ലാത്തിനും സമാധാനം. ഇതിപ്പോ ഞാൻ എന്തോരം ഉമ്മാന്റെ അടുത്ത് വർത്താനം പറയും, ഉമ്മ എന്തോരം എൻ്റെ അടുത്ത് വർത്താനം പറയും. അതിനൊക്കെ ഒരു കണക്കില്ലേ സെബിക്ക? നിങ്ങൾ ഇവിടുന്ന് പോയതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾ അറിയുന്നുണ്ടോ എങ്ങനെ ഇരിക്കണം, എന്താ ചെയ്യണെന്നൊക്കെ? അതൊന്നും നിങ്ങൾ അറിയണില്ലല്ലോ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. എനിക്കൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് തോന്നുന്നത് ഉമ്മ ഇവിടെ ഇരിക്കുന്നതിനും കാട്ടി അവിടെ പോയിരിക്കും ഉമ്മാന്റെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും. അപ്പൊ ഉമ്മക്ക് അതിനനുസരിച്ച് ഇരിക്കാം. പിന്നെ ഉമ്മാന്റെ എല്ലാ കാര്യങ്ങളും അവര് പറഞ്ഞു വെച്ച പോലെ ചെയ്തു കൊടുക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. പറയാൻ തോന്നിയത് ഞാൻ പറഞ്ഞു. ഇതിപ്പോ ഉമ്മാനെ ബുദ്ധിമുട്ടായതുകൊണ്ടൊന്നുമല്ല ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ട് ആക്കിന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉമ്മാവിന്റെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. നിങ്ങൾ ഇവിടുന്ന് രാവിലെ എണിച്ച് പോന്ന് വൈകുന്നേരം തിരിച്ചു വരുന്നു. ഇവിടെ നടക്കുന്നൊന്നും നിങ്ങൾ അറിയുന്നില്ലല്ലോ. ഉമ്മാനവിടെ കൊണ്ടാക്കി കഴിഞ്ഞ സന്തോഷത്തിലിരിക്കോ? ഉണ്ടാവും സത്യമായിട്ടും. എന്താ വെച്ചാ അതേ പ്രായത്തിലുള്ളവരല്ലേ അവിടെ ഉണ്ടാവാം. ഉമ്മാന്റെ സന്തോഷം തന്നെയല്ലേ നമുക്കും വലുത്. നിങ്ങൾ അതുപോലെ ഒന്ന് ആലോചിച്ച് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ചെയ്താൽ മതി. ഞാൻ നിർബന്ധിച്ചിട്ട് പറഞ്ഞയച്ചൊന്നും വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഉമ്മാന്റെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾക്കിപ്പോ ഉമ്മാന്റെ കൂടെ ഇരിക്കണം എന്ന് ആലോചിച്ചിട്ട് പണി കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? അതൊന്നും നമുക്ക് ഒരിക്കലും സാധിക്കില്ലല്ലോ. ആരെങ്കിലും ഒരാൾ പണിക്ക് പോയാലും നമ്മൾ അന്നനാട് എല്ലാവരും വെച്ച് പിടിച്ച് ജീവിച്ച് പോകാൻ പറ്റുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതാകുമ്പോൾ രണ്ടാൾക്കും പോവുകയും ചെയ്യാം, നമ്മുടെ കാര്യങ്ങളും നോക്കാം. തൊട്ട് താഴെ തന്നെയല്ലേ, കുന്നിന്റെ ഇറക്കത്തിൽ തന്നെ അതുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചു. എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ല, ഞാൻ ആലോചിക്കണതേ ഉമ്മാക്ക് അതൊരു സന്തോഷാവാന്നുണ്ടെങ്കിലേ, പക്ഷെ നമ്മൾ ചെയ്യണത് ശരിയാണോ എന്നൊരു വിധത്തിൽ നോക്കാന്നുണ്ടെങ്കില് ഓരോരുത്തരും ഉമ്മമാരെയും ഉപ്പമാരെയും ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നത്. നമ്മുടെ ഉമ്മാക്ക് വയ്യാത്ത നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഉമ്മാന്റെ അവസ്ഥകളൊക്കെ അറിയില്ലേ, കണ്ണ് കാണില്ല. കുറെയൊക്കെ നമ്മൾ അതിന്റെ പിന്നാലെ നടന്നു തന്നെയല്ലേ, ഓപ്പറേഷൻ അത് ഇതെന്ന് പറഞ്ഞിട്ട്. അതിലൊന്നും ഒരു മെച്ചമില്ലാത്തത് കൊണ്ടല്ലേ നമ്മളത് ആ വഴിക്ക് വിട്ടത്. ശരി ആയിക്കോട്ടെ. ഇപ്പൊ പിന്നെ ഉമ്മാക്ക് ഓർമ്മശക്തി പറയുന്ന കാര്യമില്ല. എന്താ ഇവിടെ എങ്ങനെയാന്നൊന്നും അറിയുന്നില്ല. ബാത്റൂമിലേക്ക് പോണത് ഉമ്മാന്റെ അടുത്ത് കാര്യം പറയും, ഉമ്മാനെ കൊണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഇതിലിപ്പോ എന്നിട്ട് ഉമ്മാന്റെ അടുത്ത് ചോദിക്കാനും പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഒരു കാര്യം നോക്കുമ്പോ അവർക്ക് അതാ നല്ലത്. അതാകുമ്പോ അവരുടെ പ്രായത്തിലുള്ള ആൾക്കാരായിട്ട് ചിരിച്ചിട്ട് വർത്തമാനം പറഞ്ഞിട്ട് കളിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. നിങ്ങൾ തീരുമാനിച്ചു. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ എന്തേലും എടുത്ത് വെക്കുക കഴിക്കാന്. ഉമ്മ ഇവിടെ ഇരിക്ക. ഉമ്മാനോടൊരു കാര്യം പറയാനേ. അതേ, ഉമ്മ ഞാൻ ജോലിക്ക് പോയാലും ശാലിക്കുട്ടി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലൊക്കെ ഉമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ. ഉമ്മക്ക് ഇനി വല്ല വയ്യാതെ വന്നാലോ വല്ല തലറങ്ങിയാലോ ആരാ ഉള്ളത്? പിന്നെ ഇവിടെ നോക്കാൻ ആരും ഇല്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ, ശാലി വീട്ടിൽ പോയി നിന്നപ്പോ തന്നെ
ഉമ്മാനെ നോക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഭക്ഷണത്തിനായാലും എല്ലാത്തിനായാലും. ഞാൻ പറയണതേ, ഇവിടെ അടുത്ത് കുറച്ച് അമ്മമാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ഞാൻ ഉമ്മാനെ അവിടെ കൊണ്ടാക്കിയാലോ എന്ന്. അല്ലമ്മ, അത് അവരാകുമ്പോ നല്ലപോലെ ഉമ്മാനെ നോക്കും, ഭക്ഷണമൊക്കെ നേരത്തിന് എടുത്തു തരും, മരുന്ന് ആരുമില്ലാത്ത അനാഥകൾക്കുള്ള സ്ഥലമല്ലേ മോനെ അത്? അല്ലമ്മ, അങ്ങനെയല്ല, അത് ഉമ്മാനൊക്കെ നല്ലപോലെ നോക്കും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇവിടെ നോക്കാനൊന്നും ആരും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ആക്കിയാലോ. ഉമ്മ അപ്പൊ അങ്ങോട്ട് പോവാണെങ്കിലേ ഉമ്മക്ക് ഒരു സമാധാനം ഉണ്ടാവും. അവിടെ ആവുമ്പോ കുറെ ഉമ്മമാരുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്, അവരൊപ്പം ഇരിക്കുമ്പോഴേ ഒരു സമാധാനം കിട്ടും. ആയിക്കോട്ടെ മോനെ, കുഴപ്പമില്ലാതെ. ചിലവര് പറയാ അമ്മ വീടാണെന്ന്, ചിലവരൊക്കെ പറയും വൃദ്ധശാലയും ആരില്ലാത്ത അനാഥകൾക്ക്. അങ്ങനെ അത് സാരില്ല മോനെ, ഉമ്മാനെ കൊണ്ട് അടാക്കിക്കോ. എനിക്ക് കുറെ ഉമ്മമാരും അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, കുഴപ്പമില്ല മോനെ. മോൻ ഇടക്ക് വന്നാൽ മതിട്ടോ അമ്മാനെ ഒന്ന് കാണാൻ, മോൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാനാ. അല്ലമ്മ, ഞാൻ അങ്ങനെ ആരില്ലാത്തത് കൊണ്ട് ആക്കണതല്ല. ഉമ്മക്ക് ഒരു സമാധാനവും ഒരു സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. ഇവിടെ എത്ര ദിവസം എന്ന് വെച്ചിട്ട് ഈ റൂമിൽ തന്നെ ഇരിക്കുക. പിന്നെ നമ്മൾ കാണിക്കാത്ത ഡോക്ടറുണ്ടാ, ഒന്നും ശരിയാവണില്ലല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഒന്നും കഴിഞ്ഞിട്ടും നമുക്ക് ശരിയാവണില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ തീരുമാനം എടുത്തത്. എനിക്കതിന് വിഷമമൊന്നുമില്ല മോനെ. മോൻ വണ്ടി വരാൻ പറഞ്ഞു, മനെ കൊണ്ടാക്കി തന്നു, കുഴപ്പമില്ല. മോൻ വരണമെന്നൊന്നുമില്ല, വണ്ടിയിൽ കയറ്റിവിട്ടാൽ അവരവിടെ കൊണ്ട് ഇറക്കും. അത് പിന്നെ എല്ലാവർക്കും അറിയണ ഒരു സ്ഥലമാണല്ലോ. ഓട്ടോ വർത്തിച്ചിട്ട് മോൻ അവർ കയറ്റി വിട്ടോ, അമ്മ പൊക്കോണ്ട്. അതെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഉമ്മാന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് പിന്നെ വരാം. ശരി. മോളോടൊന്നും പറയണ്ടേ? വേണ്ട, നമുക്ക് പിന്നെ പറയാം. എന്തിനാ ഉമ്മ കരയണ? ഏയ്